പാവനാത്മാവേ ദാസരിൽ വന്നിടുക, നിന്റെ ദിവ്യദാനങ്ങളാൽ എന്നുള്ളം നിറയ്ക്കണേ. നിന്റെ ദിവ്യദാനങ്ങളാൽ എന്നുള്ളം നിറയ്ക്കണേ. ജീവനുമേ ശക്തിയുമേ എൻ്റെ സൗരഭ്യ സായുജ്യമേ. ജീവനുമേ ശക്തിയുമേ എൻ്റെ സൗരഭ്യ സായുജ്യമേ. പാവനാത്മാവേ ദാസരിൽ വന്നിടുക, നിന്റെ ദിവ്യദാനങ്ങളാൽ എന്നുള്ളം നിറയ്ക്കണേ. സുഖാണോ? സന്തോഷമായോ? അച്ഛൻ പറഞ്ഞതൊരു ഒരു കല്യാണ വീട്ടിലേക്ക് ക്ഷണിച്ചേക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ മിണ്ടാണ്ടിരുന്ന പോരാ. പ്രിയപ്പെട്ടവരെ, ഞാൻ എയർപോർട്ടിൽ നിന്ന് നേരിട്ട് വരണ വഴിയാണ്. നിങ്ങളെ ഇത്രയും പേരെ ഒരുമിച്ച് കാണാനായിട്ട് കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മളുടെ ഈ രൂപതയിൽ ആദ്യമായിട്ട് ജോസഫ് അച്ഛൻ വരികയാണ്. ഞാൻ നാട്ടിൽ പോയപ്പോൾ 2-3 പ്രാവശ്യം അച്ഛൻ്റെ അടുത്ത് പോകുവാനും അവിടെ താമസിക്കാനുമൊക്കെ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ കുർബാന ചൊല്ലിയിട്ടുണ്ട്. വളരെ എനിക്കിഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് കൃപാസനം. നമ്മൾ സാധാരണ കുട്ടികളെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത്, അധികം പോകാൻ ഇഷ്ടപ്പെടുന്ന എവിടെയാണ്? അമ്മ വീട്ടിലാണ് അല്ലേ? അമ്മ വീട്ടിൽ പോകാൻ ഇഷ്ടമല്ലേ? അതെ. അതുപോലെ നമ്മൾ നാട്ടിൽ ചെന്നാൽ ഒരു അമ്മ വീടാണ് ഈ കൃപാസനത്തിൽ, നമ്മൾ ആലപ്പുഴയിലുള്ള ആ ചെറിയ ഭവനത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ അനുഭവപ്പെടുന്നത്. അപ്പം അതിൻ്റെ ഒരു മാധുര്യവും അനുഗ്രഹങ്ങളൊക്കെ പ്രാപിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അച്ഛനെ കിട്ടിയതിൽ ദൈവത്തിന് നന്ദി പറയാം. വളരെ ആയി ആളുകൾ പലരും എന്നോട് പറയണു, അച്ഛനെ കൊണ്ടുവരണം. അപ്പോൾ ഞാൻ നോക്കട്ടെ, നമുക്ക് വഴി ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടത്തിലാണ്. കാരണം ഞാൻ വളരെ കാലമായിട്ട് ഇതുപോലുള്ള ധ്യാന സംരംഭങ്ങളിൽ വളർന്നു വന്നിട്ടുള്ള ഒരാളായതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള സംരംഭങ്ങളോട് വളരെ താല്പര്യമാണ്. അപ്പോൾ അത് നിങ്ങൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ഫലം എടുക്കും എന്ന് ഞാൻ പ്രത്യേകമായിട്ട് വിചാരിക്കുകയാണ്. പലപ്പോഴും കണ്ടുവരുന്നത് ധ്യാനത്തിനൊക്കെ ആളുകൾ കൂടും, പിന്നെ അത് കഴിയുമ്പോൾ പിന്നെ എവിടെ പോകണമെന്ന് അറിയണില്ല, ഇത് ഡിസപ്പിയേർഡ്. അത് ഉണ്ടാകരുത്. അതല്ല നമ്മുടെ ക്രൈസ്തവമായ വീക്ഷണം. നമ്മൾ എവിടെയായിരുന്നാലും എപ്പോഴായിരുന്നാലും ധ്യാനത്തിലാണ്. ഇപ്പോൾ ഇവിടെ ജോസഫ് അച്ഛൻ ഉണ്ടായാലില്ലേലും നമ്മൾക്ക് ഇതൊരു അമ്മ വീടാണ്. നമ്മുടെ ഇടവകപ്പള്ളി എന്ന് പറയുന്നത് നമ്മുടെ ഒരു അമ്മ വീടായിട്ട് നമ്മൾ കാണുകയും അവിടെ വരാനായിട്ട് താല്പര്യപ്പെടുകയും ഉത്സാഹിക്കുകയും ചെയ്യണം. ആ ഇടവകയുടെ ഒരു ഭാഗമായിട്ട് നിങ്ങളെല്ലാവരും പ്രവർത്തിക്കണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും അഭിലഷിക്കുന്നതുമൊക്കെ. അപ്പോൾ അച്ഛനെ ഞാൻ അമേരിക്കയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അച്ഛൻ വളരെ ലളിതമായ ഒരു ജീവിതം നയിക്കുന്ന ഒരാളാണ്. ഞാൻ അവിടെ പോയി താമസിച്ചിട്ടുള്ളപ്പോഴൊക്കെ എനിക്കറിയാം അച്ഛൻ വളരെ സിമ്പിൾ ലൈഫ്. അച്ഛന് ഒരുപാട് ആൾക്കാരും ആരാധകരൊക്കെ ഉണ്ടെങ്കിലും അച്ഛൻ വളരെ സിമ്പിളായിട്ട് അച്ഛൻ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇത്രയും എളിമയോട് കൂടിയിട്ട് ശുശ്രൂഷ ചെയ്യുന്ന ഒരച്ഛനെ ഞാൻ അധികമൊന്നും കണ്ടിട്ടില്ല. അപ്പം അച്ഛൻ്റെ ആ ഒരു എളിമയാണ് നമ്മുടെ ഈ അച്ഛനെ ദൈവം ഉയർത്തിയതിൻ്റെ പിന്നിലെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പ്രകാരം ഒരു മാതൃകാ വൈദികനാണ് ജോസഫ് അച്ഛൻ.
ഞാൻ ഇങ്ങനെ പലരും പറഞ്ഞു കേട്ടതിൻ്റെ വെളിച്ചത്തിൽ ആണ് ഞാൻ അവിടെ പോകാനിടയായത്. ഒരു പരിധിവരെ എൻ്റെ വീട്ടുകാരാണ് എന്നെ അവിടെ കൊണ്ടുപോകാനിടയായത്. ഞാൻ എന്തെങ്കിലും പ്രത്യേകമായ അനുഗ്രഹം സാധിക്കണം എന്ന് വിചാരിച്ചിട്ട് പോയതല്ല. പക്ഷേ എൻ്റെ കൂടെ വന്നവർക്കൊക്കെ കുറേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാം, എന്നെയും കൂടി അവർ കൂട്ടിക്കൊണ്ടുപോയി ഒരു ബലത്തിന് എന്നെയും കൂടി കൂട്ടിക്കൊണ്ട് പോയതാണ് അവിടെ. അങ്ങനെ അവർക്കൊക്കെ കുറേ ഗുണങ്ങൾ കിട്ടുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകം നമുക്കറിയാം, കൃപാസനം മാതാവ് എന്നുള്ളത് ഇന്ന് എല്ലായിടത്തും അറിയപ്പെടുന്ന ഒരു മാതാവായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മൾ ലൂർദ് മാതാവ്, ഫാത്തിമ മാതാവ്, വേളാങ്കണ്ണി മാതാവ്, ഇങ്ങനെ ഒരുപാട് മാതാവ് ഉണ്ട്. ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് എൻ്റെ ഏറ്റവും വലിയൊരു വേദപാഠ ക്ലാസ്സിലെ ഒരു സംശയമായിരുന്നു, ഈ കണ്ട മാതാവുണ്ടായിട്ട് ഇതെല്ലാം മാതാവ് വ്യത്യസ്ത മാതാവുകളാണോ, ഇത്രമാത്രം മാതാവ് എന്തിനാണെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. പിന്നീടാണ് പിന്നെ ഇങ്ങനെ പറഞ്ഞ് സെമിനാരിൽ തിയോളജിയൊക്കെ പഠിച്ചപ്പോഴാണ് മനസ്സിലായത് എല്ലാം ഒരേ മാതാവ് തന്നെയാണ്. ഒറ്റ മാതാവ് തന്നെ പല സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും പല അവസരങ്ങളിൽ മനുഷ്യരുമായിട്ട് സമ്പർക്കം പുലർത്തുകയും മനുഷ്യർക്ക് സന്ദേശങ്ങൾ നൽകുകയും മനുഷ്യരുടെ കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്ത ഓരോ സന്ദർഭങ്ങൾക്കനുസരിച്ചും അവസരങ്ങൾക്കനുസരിച്ചും സ്ഥലങ്ങൾക്കനുസരിച്ചും മാതാവിന് വ്യത്യസ്തമായ പേരുകൾ വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ ഈശോയുടെ അമ്മയായ അതേ മാതാവ് തന്നെയാണ്, സെയിം മാതാവ് തന്നെയാണ് എല്ലായ്പ്പോഴും എല്ലായിടത്തും ഉള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഭിന്ന മാതാവ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകമായിട്ടുള്ളൊരു മാതാവില്ല, നമുക്ക് എല്ലാവർക്കും ഒരു മാതാവേ ഉള്ളൂ. ആ മാതാവിൻ്റെ പ്രത്യക്ഷങ്ങൾ പല സ്ഥലങ്ങളിലും സഭ ഉണ്ടായ കാലം മുതൽ മാതാവ് ഈ സഭയുടെ പ്രവർത്തനങ്ങളിൽ വളരെയധികം ഇടപെട്ടിട്ടുണ്ട്. സ്ലീഹന്മാരെ ലോകത്തിൻ്റെ ഭാഗങ്ങളിലേക്കും പറഞ്ഞയച്ചത് ആരാണ്? അമ്മയായ മറിയമാണ്. അവരെയൊക്കെ എല്ലാം മെത്രാന്മാർ അച്ഛന്മാരെയൊക്കെ ഓരോ ഇടവകളിലേക്കൊക്കെ പേറ്റൻറ്റ് കൊടുത്തിട്ട് പത്തന്തി കൊടുത്തിട്ട് പറഞ്ഞയക്കണില്ലേ എന്ന് പറഞ്ഞ മാതിരി ഈ സ്ലീഹന്മാരെയൊക്കെ ഓരോ സ്ഥലങ്ങളിലേക്ക് നിശ്ചയിച്ച് അയച്ചത് ആരാന്ന് വിചാരിച്ച്? പത്രോസ്ലീഹയല്ല, മാതാവാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെ സഭയുടെ ആരംഭകാലം മുതൽ തന്നെ സഭയുടെ അടിസ്ഥാനമിടുന്ന പന്തക്കുസ്താ ദിവസം മുതൽ നമുക്ക് മാതാവ് ആ സഭയുടെ എന്തുമാത്രം ഇൻവോൾവഡ് ആണെന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. അത് ചരിത്രത്തിൽ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മാതാവ് ഓരോ കാലഘട്ടങ്ങളിലും ഓരോ വിവിധ ദേശങ്ങളിൽ സ്ഥലങ്ങളിലൊക്കെ മാതാവിൻ്റെ ഏതെങ്കിലും പ്രത്യക്ഷീകരണങ്ങളൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ ഈയിടെ നമുക്കറിയാം ഈ മജ്ജുഗോറി മാതാവിൻ്റെ അവിടെ ഒരുപാട് ജനം പോകുന്നുണ്ട്. പക്ഷേ സഭ അത് ഔദ്യോഗികമായിട്ട് ഇപ്പോഴും അതിനെ വ്യക്തമായിട്ട് അംഗീകരിച്ചിട്ടില്ല. പക്ഷേ ഈയിടെ മാർപ്പാപ്പ അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് ഒരു കമ്മീഷനെ വയ്ക്കുകയും അതിൻ്റെ പഠനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യണം. അപ്പോൾ സഭ എല്ലാ കാലഘട്ടങ്ങളിലും ഓരോ സംഭവങ്ങളും ഉണ്ടാകുമ്പോഴും അതിനെക്കുറിച്ച് വ്യക്തമായ പഠനങ്ങൾ നടത്തിക്കൊണ്ടാണ് അത് ഔദ്യോഗികമായിട്ട് സഭയിൽ ഒരു പരസ്യ വണക്കത്തിന് വേണ്ടിയിട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇത് ഒരു ലോക്കലായിട്ടുള്ള ഇപ്പോൾ ആലപ്പുഴ രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ് ഈ കൃപാസനം എന്ന് പറയുന്ന അച്ഛൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഇനി അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള പഠനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആളുകളുടെ സാക്ഷ്യങ്ങളും കൂടുതൽ പേരുടെ പ്രവർത്തനങ്ങളൊക്കെ വഴിയായിട്ട് അത് ലോകോത്തരമായ ഒരു സ്ഥലമായിട്ട് ഒരുപക്ഷെ പിന്നീട് സാർവത്രിക സഭ അതിനെ അംഗീകരിക്കുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾക്കറിയാം വേളാങ്കണ്ണി മാതാവിൻ്റെ പ്രത്യക്ഷം നടന്ന ആ സ്ഥലം പിന്നെ സഭ വളരെ നാളത്തെ പഠനങ്ങൾക്ക് ശേഷം അത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ച് അതൊരു പരസ്യ വണക്കത്തിനായിട്ട് സമർപ്പിച്ചു. അപ്പോൾ ഇന്ന് ലോകം മുഴുവൻ അത് ഒരു പരസ്യ വണക്കത്തിൻ്റെ സ്ഥലമാണ്. അപ്പോൾ സഭ ഓരോ കാലഘട്ടങ്ങളിൽ അതിന് സമയമെടുത്ത് പഠിച്ച് വ്യക്തമാക്കിക്കൊണ്ട് അത് സഭയുടെ പരസ്യ വണക്കത്തിനായിട്ട് സമർപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അതുവരെയുള്ള കാലഘട്ടത്തിൽ നമുക്ക് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ മാതാവിൻ്റെ കൃപ നമ്മുടെ ധാരാളമായിട്ട് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. നമുക്കറിയാം നമ്മൾ പല വിധത്തിലുള്ള മാതാവിനെ നമ്മൾ കാണാറുണ്ട്. അമലോത്ഭവ മാതാവിൻ്റെ പടം നമുക്കറിയാം, നിത്യസഹായ മാതാവിൻ്റെ പടങ്ങളറിയാം. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ നിത്യസഹായ മാതാവിൻ്റെ നൊവേന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ നൊവേനയിലൂടെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ സാധിക്കുകയും അതുപോലെ തന്നെ നമ്മളെ തന്നെ വളർത്തിയെടുക്കുവാനായിട്ട് മാതാവിനോടുള്ള ഭക്തി വളരെയധികം സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ കത്തോലിക്ക വിശ്വാസത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ 3 ഘടകങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും സമ്പന്നത നമുക്ക് അവകാശപ്പെടാൻ കഴിയുന്ന ഒന്ന് വിശുദ്ധ കുർബാന. ഈശോ തന്നെ
സമ്പൂർണ്ണമായിട്ട് നമുക്ക് ലഭ്യമാവുകയാണ് ഈ വിശുദ്ധ കുർബാനയിലൂടെ. വിശ്വാസത്തിൻ്റെ കണ്ണുകളെ കൊണ്ട് നമ്മൾ വീക്ഷിക്കുമ്പോൾ ഈശോ തന്നെ നമ്മളിലേക്ക് കടന്നു വരികയാണ്. സക്കൈവസിൻ്റെ വീട്ടിലേക്ക് വന്ന ഈശോ, കാനായിലെ കല്യാണത്തിൽ പങ്കെടുത്ത ഈശോ ഇന്ന് ആ കൂദാശയിലൂടെ, വിശുദ്ധ കുർബാന എന്ന കൂദാശയിലൂടെ നമ്മളിലേക്ക് കടന്നു വരികയാണ്. നമ്മളവിടെ വെറുതെ ഒരു കാഴ്ചക്കാരായിട്ടല്ല നിൽക്കുന്നത്, നമ്മളും ഈശോയുമായിട്ടുള്ള ഒരു വലിയ സമ്പർക്കത്തിലൂടെ ഈശോ അന്നും ഇന്നും നാളെയും ഒരേ ആൾ തന്നെയായ ആ ഈശോയുമായിട്ട് നമ്മൾ സമ്പർക്കം നടത്തുകയാണ് വിശുദ്ധ കുർബാനയിലൂടെ. അപ്പോൾ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഒരു സമ്പന്നതയാണ്, ഒരു വലിയ അനുഗ്രഹമാണ്, നമ്മുടെ ഏറ്റവും വലിയ ഒരു ധനമാണ്, നിധിയാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്ന മറ്റൊരു വലിയ നിധിയാണ് പരിശുദ്ധാത്മാവ്. പന്തക്കോസ്താ ദിവസം നമുക്കറിയാം, സ്ലീഹന്മാർ അന്നേ വരെ വളരെ ഭയചകിതരായിരുന്ന, വളരെ ദുഃഖത്തിലൂടെ കടന്നുപോയിരുന്ന, വളരെ മനോവിഷമങ്ങളിലൂടെ കടന്നുപോയിരുന്ന ആ അപ്പസ്തലന്മാരെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അവരുടെ ചിന്തകൾക്കെല്ലാം അതീതമായിട്ട് അവരെ പ്രബുദ്ധരാക്കി അവരെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും പറഞ്ഞയച്ചുകൊണ്ട് ഈശോയുടെ സുവിശേഷം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കാൻ വേണ്ടിയിട്ട് അവരെ കടന്നു പോകാൻ കാരണമായത് അവർക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിലൂടെയാണ്. ഞാൻ നിങ്ങൾക്കൊരു സഹായകനെ അയക്കുമെന്ന് പറഞ്ഞ ഈശോ അവരോട് പറഞ്ഞു, ടിൽ യു റിസീവ് ദാറ്റ് സ്പിരിറ്റ് സ്റ്റേ ഇൻ ജെറുസലം. അപ്പോൾ നിങ്ങൾ ജെറുസലത്ത് തന്നെ വസിക്കുവിൻ, അവിടുത്തെ ആ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നിറയുന്നത് വരെ അവിടെ വസിക്കുവിൻ എന്ന് ഈശോ അവരെ ഉത്ബോധിപ്പിച്ചു. അതനുസരിച്ച് അവരവിടെ പ്രാർത്ഥന നിരതരായിട്ടിരുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവിൽ അവർ പൂരിതരായി ലോകം മുഴുവൻ ഇന്ന് സഭ വളരുവാനായിട്ട് ഇടയായി. അപ്പോൾ ആ പരിശുദ്ധാത്മാവ് ദറ്റ് ഈസ് അനദർ ട്രഷർ വി ഗോട്ട് ഫ്രം ഗോഡ്. ദൈവത്തെ നമുക്ക് ലഭിച്ച ഒരു വലിയ നിധിയാണ് നമ്മുടെ പരിശുദ്ധാത്മാവിലുള്ള നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. പിന്നെ അതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അമ്മ. ഏതൊരു മനുഷ്യ വ്യക്തിയും ശാരീരികമായിട്ട് ജനിക്കുമ്പോൾ ഒരമ്മയുടെ സഹായത്തിലാണ് ജനിക്കുന്നത്. അമ്മ ഇല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ ഭാവി ജീവിതം വളരെ ദുർഘടമാണ്. അപ്പോൾ ഒരു അമ്മയുടെ പരിചരണം ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചും നമുക്ക് ആത്മീയമായിട്ട് ആവശ്യമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പിതാവായ ദൈവം അമ്മയെ നമുക്ക് ഒരു അമ്മയായിട്ട് നൽകിയത്. അപ്പോൾ മനുഷ്യരാശിക്ക് മുഴുവൻ ഒരു അമ്മയുടെ സംരക്ഷണവും അമ്മയുടെ പരിപാലനയും ലഭിക്കേണ്ടത് ആവശ്യമായതുകൊണ്ടാണ് നമുക്ക് അപ്രകാരം ഒരു അമ്മയെ ലഭിച്ചത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മുടെ കത്തോലിക്ക സഭയിൽ നമുക്ക് അഭിമാനത്തോടു കൂടി പറയാവുന്നതും നമുക്ക് ചിന്തിക്കാവുന്നതും നമുക്ക് ജീവിക്കാവുന്നതുമായ കാര്യങ്ങളാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കിക്കൊണ്ടോ അതിൽ നിന്ന് വേറിട്ടുകൊണ്ടോ നമുക്കൊരു ജീവിതമില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമ്മെ ക്രൈസ്തവ ജീവിതത്തിൽ ഉറപ്പിച്ച് നിർത്തുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമുക്ക് മുറുകെ പിടിച്ചുകൊണ്ട് ഈ 3 കാര്യങ്ങളിൽ നമ്മൾ ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അപ്പോൾ ഇതുപോലുള്ള ധ്യാന അവസരങ്ങൾ അതൊന്നും കൂടി ഉജ്ജ്വലിപ്പിക്കുവാനായിട്ടാണ് നമ്മൾ ഇതുപോലെയുള്ള അവസരങ്ങൾ ഉപയോഗിക്കുന്നത്. പൗലോസ് തിമോത്തിയോട് പറഞ്ഞ പോലെ നിനക്ക് ലഭിച്ച ആ ദൈവിക വരം നീ വീണ്ടും ഉജ്ജ്വലിപ്പിക്കണം. നമ്മൾ ഈ അമേരിക്കയിൽ എല്ലാവരും തന്നെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ അസ്വസ്ഥരായിട്ട് അല്ലെങ്കിൽ എന്നും നെട്ടോട്ടമോടുന്ന മനുഷ്യരാണ്. അപ്പം അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മളിൽ ഒരു കുറവ് അല്ലെങ്കിൽ നമ്മളിൽ ഈ ജ്വലനം കുറഞ്ഞു പോകാൻ ഇടയുണ്ട്. അപ്പോൾ ഇതുപോലുള്ള അവസരങ്ങളിലൂടെ നമുക്കതിനെ ഒന്നും കൂടി ജ്വലിപ്പിക്കുവാനായിട്ടും നമുക്ക് നമ്മളിൽ തീർന്നു പോയിക്കൊണ്ടിരിക്കുന്നതായ 10 കന്യകമാർ ഈശോയെ എതിരേൽക്കാനായിട്ട് പോയല്ലോ. അവർ 5 പേര് ഉറങ്ങിപ്പോയി. ആ നേരത്ത് മണവാളം വന്നു. അപ്പോൾ അവർക്ക് ഈ മണവാളിനെ എതിരേൽക്കാൻ നോക്കിയപ്പോൾ അവരിൽ എണ്ണ ഉണ്ടായില്ല. അപ്പോൾ അവർ മേടിക്കാനായിട്ട് പോയി. ആ സമയത്ത് മണവാളം വന്നു. ബാക്കിയുള്ളവർക്ക് പ്രവേശിച്ചു, ബാക്കിയുള്ളവർക്ക് പ്രവേശിക്കാൻ പറ്റിയില്ല. അപ്പോൾ എപ്പോഴും നമ്മളുടെ ദീപങ്ങൾ തെളിയിച്ചുകൊണ്ട് ജ്വലിച്ചുകൊണ്ടിരിക്കുന്നവരാകുവാൻ നമുക്ക് സാധിക്കണം. അതാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതം. അപ്പോൾ പല ബദ്ധപ്പാടുകളുടെ ഇടയിൽ അതിനൊക്കെ കുറേ മാന്ദ്യങ്ങൾ സംഭവിക്കാനിടയുണ്ട്. അത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം വിത്ത് വിതച്ച വിത്തുകൾ ചിലത് വഴിയരികിൽ വീണു, അത് കാക്കയും കോഴിയൊക്കെ കൊത്തിക്കൊണ്ടുപോയി. വേറെ കുറേ എണ്ണം മുള്ളിനിടയിൽ വീണു, അത് ആ മുള്ളുകൾ അതിനെ ഞെരുക്കിക്കളഞ്ഞു. വേറെ ചിലത് പാറയുടെ പുറത്ത് വീണു. ആ പാറപ്പുറത്ത് വീണ വിത്തുകൾ അവിടെ സൂര്യൻ ഉദിച്ചപ്പോൾ അത് കരിഞ്ഞുപോയി.
വളരെ കുറച്ച് വിത്ത് മാത്രമേ നല്ല നിലത്ത് വീണ് ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിച്ചുള്ളൂ. അപ്പോൾ ഇങ്ങനെ പല വൈതരണികളിലൂടെ, പ്രതിബന്ധങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മളുടെ ആത്മീയമായ ശക്തി കുറഞ്ഞു പോകാനായിട്ട്, അല്ലെങ്കിൽ അതെല്ലാം കെട്ടുപോകാനായിട്ടുള്ള സാധ്യതകൾ നമുക്കുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വിമുക്തമാകാനായിട്ട് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് വന്ന് നിങ്ങളെല്ലാവരും പങ്കെടുക്കാൻ. ഇതൊരു അച്ഛൻ പറഞ്ഞ ഇത് രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുക, ഞാൻ ക്ലോസ് ചെയ്യരുതെന്നാണ് എൻ്റെ വിചാരം. എല്ലാവരും എവിടെയെങ്കിലുമൊക്കെ വന്ന് നിന്ന് കണ്ടു കേട്ട് എവിടേക്ക് ആർക്കൊക്കെ ദൈവാനുഗ്രഹം ലഭിക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ളതിനൊന്നും രജിസ്ട്രേഷനൊന്നും വെച്ച് നടത്തേണ്ട കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ദൈവവചനം എവിടെയൊക്കെ പറയുന്നുണ്ടോ അവിടെയൊക്കെ എല്ലാവരും വന്ന് ഇവിടുന്ന് അവർക്കൊക്കെ ദൈവവചനം കിട്ടാനായിട്ട് ഇടയാകണം. അപ്പോൾ ഇത് ദൈവം ഇങ്ങനെ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ദൈവാനുഗ്രഹം. അപ്പോൾ നമ്മൾ എന്തുമാത്രം അതിന് തയ്യാറായിട്ട് സ്വീകരിക്കാൻ തയ്യാറുണ്ടോ അത്രയും നമുക്കതിൻ്റെ ഫലം കിട്ടും. ഈ മഴ പെയ്യുമ്പോൾ നമ്മൾ വെറുതെ ഒരു കൂജ പോലെ ഒരു സാധനം, നമ്മൾ കൂജയില്ലേ പണ്ട് നാട്ടിൽ വെള്ളം കുടിക്കണ കൂജ, മഴ പെയ്യണായിരുന്നു ഒരു കൂജ, ഈ കഴുത്ത് ഇടുങ്ങിയ പാത്രം, അത് കൊണ്ടുപോയി വെച്ചാൽ നമുക്ക് അതിനകത്ത് വല്ല വെള്ളം കിട്ടുമോ? എന്നാൽ അതിനകത്തൊരു, ഞങ്ങളുടെ നാട്ടിൽ ഈ പശുവിനൊക്കെ വെള്ളം കൊടുക്കുന്ന വലിയ പാർത്ത് ഇത്രയും പോകുന്ന വട്ടയാന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. വലിയ വട്ടയ, അതിങ്ങനെ പരന്നിരിക്കും. അപ്പോൾ അതിനകത്ത് അത് കൊണ്ടുപോയി വെച്ചാൽ അതിനകത്ത് നമുക്ക് കൂടുതൽ വെള്ളം പിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ അവസ്ഥ ഇതുപോലെയാണ്. ചിലപ്പോൾ നമ്മൾ ഒത്തട്ടെ എന്ന് കരുതിയിട്ട് ഒരു കൂജ കൊണ്ടുപോയി വെച്ചിട്ട് കാര്യമില്ല, നമ്മളൊരു വലിയ പാത്രവുമായിട്ട് വരണം. അപ്പോൾ അങ്ങനെ കർത്താവിൽ നിന്ന് കൃപ സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ നമ്മൾ തുറന്ന ഹൃദയത്തോടു കൂടി, വളരെ വിശാലമായ ഹൃദയത്തോടു കൂടി നമ്മൾ സർവവും മറന്ന് കർത്താവിനോട് കൂടി ആയിരിക്കുവാനായിട്ട്, ആ മാതാവ് നമുക്ക് നൽകുന്ന കൃപകൾ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. മാതാവ് ഇപ്പം അച്ഛൻ പറഞ്ഞല്ലോ കല്യാണ വീട്ടിലാണ് വന്നേക്കണമെന്ന്. മാതാവ് ആദ്യത്തെ അത്ഭുതത്തിന് സാക്ഷ്യം വഹിച്ചത് കല്യാണ വീട്ടിലാണ്. ഇപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം അനുസരിച്ച് ക്രൈസ്തവ ജീവിതം തന്നെ യോഹന്നാൻ സുവിശേഷകൻ വ്യാഖ്യാനിക്കുന്നത് ഒരു വിവാഹ വിരുന്നിനോട് തുല്യപ്പെടുത്തിക്കൊണ്ടാണ് യോഹന്നാൻ സുവിശേഷകൻ എപ്പോഴും കാണുകയും പറയുകയും ചെയ്യുന്നത്. നമ്മളൊക്കെ എന്നും ഒരു കല്യാണ വീട്ടിലായിരിക്കുന്നത് പോലെയാണെന്നാണ് ക്രൈസ്തവ ജീവിതം കൊണ്ട് യോഹന്നാൻ സുവിശേഷകൻ അർത്ഥമാക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷകൻ തൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭ ഭാഗത്ത് തന്നെ ഈ കാനായിലെ കല്യാണത്തിൻ്റെ സംഭവം കൊണ്ടുവരാനുണ്ടായ കാരണം അത് തന്നെയാണ്. അപ്പോൾ അവിടെ മാതാവിനെ കൊണ്ടുവന്നു, മാതാവും സ്ലീഹന്മാരും ഈശോയും ഒക്കെ ഉള്ള അവസരത്തിലാണ് ആ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഒരു വലിയ നേർരേഖ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അവിടെ മാതാവിൻ്റെ സ്ഥാനം എന്തെന്നുള്ളത് നമുക്ക് വ്യക്തമാകുകയാണ്. അവിടെ ഉള്ള ഒരു പ്രതിസന്ധി, മാനുഷികമായ ജീവിതത്തിൽ നമുക്ക് ഇതുപോലുള്ള പ്രതിസന്ധികൾ എപ്പോൾ വേണമെങ്കിലും വരാം. ഓരോരുത്തരും കടന്നു പോകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിന് നമുക്ക് എന്താണ് ഒരു പോംവഴി? യു ബ്രിങ് ഇറ്റ് ടു ദ അറ്റൻഷൻ ഓഫ് ജീസസ്. അതാർക്കാ സാധിക്കുന്നത്? മാതാവിന് സാധിക്കും. മാതാവ് അതെല്ലാം കൊണ്ടുവന്നിട്ട് ഈശോയുടെ അടുക്കൽ കൊണ്ടുവന്ന് പറയും. അപ്പോൾ നമ്മോട് ഈ മാതാവ് പറയുന്ന ആ വാചകം നമുക്ക് ഒരിക്കലും മറക്കരുത്. ദ ഗോൾഡൻ സേയിങ് ഓഫ് മദർ, യു ഡു വാട്ട് എവർ ഹീ സെസ്. ഈശോ പറയുന്നത് ചെയ്യാനായിട്ടുള്ള സന്നദ്ധത നമുക്ക് ഉണ്ടാകണം. അതാണ് മാതാവിൻ്റെ ഏറ്റവും വലിയ ഒരു സന്ദേശം. മാതാവ് സംസാരിച്ചിട്ടുള്ള വാക്ക് അതാണ്. അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുക എന്നുള്ള ഒരു സന്ദേശമാണ് ലോകത്തിനുള്ളത്. അപ്പോൾ ആ മാതാവ് പറയുന്നത് കേട്ട് നമുക്ക് ഈശോയുടെ നല്ല മക്കളായിട്ട് വളരുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നല്ല ക്രൈസ്തവരായിട്ട് വളരുവാനായിട്ട് ഇതുപോലുള്ള ഈ ധ്യാന അവസരങ്ങൾ നമുക്ക് ഏവർക്കും സഹായകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ 2 ദിവസങ്ങൾ ഇവിടെ തന്നെയുണ്ട്. ഞാൻ മനഃപൂർവ്വം തന്നെ അതിന് വേണ്ടിയിട്ട് ഇവിടെ തമ്പടിക്കുകയാണ്. ഇപ്പോൾ ഈ ഞായറാഴ്ച വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിക്കുന്നു. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു. ഇതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഇത്രയും പേരെയൊക്കെ സംഘടിപ്പിച്ച് ഇതുപോലുള്ള ഒരു പരിപാടി നടത്തണമെങ്കിൽ ജോണിക്കുട്ടി അച്ഛൻ വളരെയധികം പ്രയാസപ്പെട്ടിട്ടുണ്ട്. അച്ഛൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ജോർജ് അച്ഛനുണ്ട്. പിന്നെ കൈക്കാരന്മാർ, കമ്മിറ്റിക്കാർ, ഇവരോടൊക്കെ ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഞാൻ ഈ പെരുന്നാളുകളെക്കാളൊക്കെ എനിക്കിഷ്ടം ഇതുപോലുള്ള ധ്യാന അവസരങ്ങളാണ്. കാരണം ദിസ് ഈസ് വാട്ട് ദ റിയൽ കൺവെർഷൻ ടേക്സ് പ്ലേസ്. നമ്മളിപ്പോൾ ഒരു വലിയ പെരുന്നാൾ നടത്തി ആരെങ്കിലും വല്ല കൺവെർഷൻ ഉണ്ടാവാറുണ്ടോ? പെരുന്നാൾ നടത്തി വല്ലവരും കൺവെർട്ട് ചെയ്തപ്പെട്ടിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ധ്യാനം പോലുള്ള ഇതുപോലുള്ള അവസരങ്ങൾ വരുമ്പോൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ദൈവം ടച്ച് ചെയ്തിട്ടുണ്ടാവും. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഐ പ്രിഫർ ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. ദറ്റ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു മേക്ക് എ ചേഞ്ച് ഇൻ അവർ സൊസൈറ്റി. അല്ലെങ്കിൽ നമ്മുടെ സഭയിൽ വ്യതിയാനങ്ങൾ വരുത്തണമെങ്കിൽ ഇതുപോലുള്ള സംരംഭങ്ങളാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് വന്ന നിങ്ങളെ ഞാൻ പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു. നിങ്ങൾ എനിക്കറിയാം പലതും ജോലികളൊക്കെ നിങ്ങൾ ലീവ് എടുത്തോ സിക്ക് വിളിച്ചോ ഒക്കെ ആയിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാകുക.
എന്തേ ചിരിക്കണേ? സിക്കല്ലേ? അവരോട് പറയില്ല സിക്ക് വിളിച്ചിട്ട് സിക്കാണ്. വാട്ട് എവർ വേ യു ആർ ഹിയർ, ഐ എം ഹാപ്പി ടു സീ യു ഓൾ. നിങ്ങളെല്ലാവരെയും ഇത്ര കണ്ടതിൽ സന്തോഷമുണ്ട്. അപ്പം നിങ്ങൾക്ക് കിട്ടാവുന്ന മാക്സിമം നിങ്ങൾ കിട്ടിയിട്ടേ ഇവിടുന്ന് പോകാവൂ. ഇതിൽ പൂർണ്ണമായിട്ട് നിങ്ങൾ പങ്കെടുക്കണം. അങ്ങനെ ഒരു നല്ല ഒരു ആത്മീയമായ ഒരു ഉത്സവമാക്കി ഈ 2-3-4 ദിവസങ്ങൾ മാറ്റണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങളോട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളോടൊപ്പം ഞാനുണ്ടായിരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.